ഏറെ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ്. അതെ, ഒരു രാത്രിയും പകലും ഹൗസ് ബോട്ടിൽ, അതും കേരളത്തിന്റെ ജലനഗരിയായ ആലപ്പിയിൽ. കേരളത്തിന്റെ കായൽ രാജ്യം എന്നറിയപ്പെടുന്ന ഈ നഗരത്തിന്റെ ഓരോ കോണും കടലിൽ നിന്നുള്ള കാറ്റും കായലിൽ നിന്നുള്ള കുളിരും ചേർന്ന ഒരു പ്രണയ കാവ്യമാണ്. നീലാകാശം നിലത്ത് പതിഞ്ഞതുപോലെ കനാലുകൾ, അതിനരികിലായി ഇളം കാറ്റിലാടുന്ന വള്ളികൾ, കിളികളുടെ കളകളനാദം. എൻ്റെ അമ്മയെ, കവിത അറിയാത്തവർക്ക് പോലും കവിത വന്നു പോകുന്ന, എല്ലാം ചേർന്ന് മനസ്സിന് സന്തോഷമോ സമാധാനമോ എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മളിപ്പോൾ വിഷയത്തിൽ നിന്ന് മാറി എവിടോ എത്തിയല്ലേ. അങ്ങനെ നമ്മൾ കായലിന്റെ അരികിലായി വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഹൗസ് ബോട്ടിൽ കയറി. 2 നിലയുള്ള ഭംഗിയുള്ള ഒരു ബോട്ട്. അകത്ത് 2 AC ബെഡ്റൂം, ഫ്രഷ് കിച്ചൺ, ലിവിംഗ് റൂം, വാഷ്റൂം ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് നീങ്ങിത്തുടങ്ങി. ഇളം വെയിലും തണുത്ത കാറ്റും ചുറ്റും വെള്ളവും, കായലിൽ നിറയെ ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടും ഒന്നും പറയണ്ട. ഇരുവശങ്ങളിലും നീണ്ടു നിൽക്കുന്ന പാടങ്ങളും ചെറു തോണികളിൽ മീൻ പിടിക്കാൻ പോകുന്ന മീൻപിടുത്തക്കാരും. വെറുതെയല്ല ഇത് മലയാള സിനിമ മനസ്സിലേറ്റിയ ദൃശ്യഭൂമിയായത്. ധാരാളം ഹിറ്റ് സിനിമകളുടെ പശ്ചാത്തലമായിരുന്ന വഴിയിലൂടെ ഇങ്ങനെ പോവാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഉച്ചയായപ്പോൾ നല്ല കരിമീൻ ഫ്രൈയും കുത്തരിച്ചോറും അവിയലും സാമ്പാറും പുളിശ്ശേരിയും മോരുകറിയും ഒക്കെയുള്ള നാടൻ കായൽ സദ്യ. വൈകിട്ടത്തെ പഴംപൊരിയും ചായയും രാത്രിയത്തെ ഫുഡും പിറ്റേ ദിവസം രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. വൈകിട്ട് ഹൗസ് ബോട്ട് കരയോടടുപ്പിച്ചപ്പോൾ പോയി ഫിഷിങ്ങും ചെയ്തു. വലുതായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗെയിംസ്, ആയുർവേദിക് സ്പാ, മസാജ് ഒക്കെയുള്ള ഒരു കോംബോ പാക്ക്. രാത്രിയിൽ ബോട്ട് നിശ്ചലമാകുമ്പോൾ വെറുതെ കായലിലേക്ക് നോക്കി രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണോന്ന് പോലും തോന്നിപ്പോയി. ചന്ദ്രന്റെ പ്രകാശം കായലിന്മേൽ വെള്ളിയിഴകളായി പതിക്കുന്നു. ദൂരത്ത് മത്സ്യത്തൊഴിലാളികളുടെ റാന്തൽ വെളിച്ചവും നാടൻ പാട്ടും, ചിലപ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദമുള്ള ഒരു കാറ്റും. പറ്റിയ പ്രകൃതിയോടൊപ്പം ഒരിക്കലെങ്കിലും ഇങ്ങനൊരു യാത്ര ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം, വീണ്ടും വരാം മറ്റൊരു യാത്രാവിശേഷവുമായി.